Hello, in this video we are discussing about Rayleigh-Ritz analysis. This method says it is a most general technique for finding the approximate lowest eigenvalue and the corresponding eigenvector for a problem. So in this method describes about how to calculate the least eigenvalue and the corresponding eigenvector of a matrix. Suppose the problem is matrix A into x is equal to lambda b into x. അതായത് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നാൽ അതിൽ നിന്നും ആ മെട്രിക്സിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സിൻ്റെ ലീസ്റ്റ് ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ റെയ്ലിംഗ്-റിറ്റ്സ് അനാലിസിസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻ ദിസ് മെത്തേഡ് ഫസ്റ്റ് യു അസ്യൂം ദാറ്റ് മെട്രിക്സ് എ ആൻഡ് മെട്രിക്സ് ബി ബി എന്ന് പറയുന്നത് ഇപ്പം a11 x1 പ്ലസ് എക്സെട്ര പ്ലസ് a1n xn ഈസ് ഈക്വൽ ടു b1 അങ്ങനെ വരുന്നതാണ്. ഇപ്പോൾ ഇതാ ഇപ്പോൾ 2x1 പ്ലസ് x2 ഈക്വൽ ടു 1, അതേപോലെ x1 പ്ലസ് x2 ഈക്വൽ ടു 4. അതിൽ ഈ 1 4 ആണ് ബി എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് യു അസ്യൂം ദാറ്റ് എ ആൻഡ് ബി ആർ പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സസ്. അപ്പം പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ആൻഡ് വി അസ്യൂം ദാറ്റ് ദർ ഈസ് നോ സീറോ ഡയഗണൽ എലിമെൻറ്റ് ഇൻ ബി. ബിയിൽ ഡയഗണൽ എലിമെൻറ്റ് 0 വരാൻ പാടില്ല എന്നും കൂടി അസ്യൂം ചെയ്യുക. അപ്പോൾ ബൈ യൂസിങ് റെയ്ലിംഗ്സ് മിനിമം പ്രിൻസിപ്പിൾ, റെയ്ലിംഗിൻ്റെ ഒരു മിനിമം പ്രിൻസിപ്പിൾ മെത്തേഡ് ഉണ്ട്. യൂസിങ് ദാറ്റ് മെത്തേഡ് യു ക്യാൻ calculate lambda is equal to minimum of p of phi, where p of phi is phi transpose a phi by phi transpose b phi. അപ്പം റിറ്റ്സ് അനാലിസിസിൽ ഓൾറെഡി ഉള്ളൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു തിയറാണ്. ഇൻ റിറ്റ്സ് അനാലിസിസ് വി കൺസിഡർ എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് phi cap which is a linear combination of Ritz basis vectors phi I, as phi I is equal to the linear combination, that is sigma I equal to 1 to q ai psi I, and phi, the matrix vector phi is equal to vector psi into the vector A, system of A, vectors A, where ai are the Ritz coordinates. And continuing, you can see that since phi cap is a linear combination of psi, phi cannot be an arbitrary vector, and using this property you can calculate phi cap A phi cap by divided by phi cap phi transpose A phi divided by phi transpose B phi is equal to this formula, and p of phi also you can calculate. Then you calculate the dou by dou A of p of phi, which is equal to 0 ആണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് യൂസിങ് ദിസ് ഇക്വേഷൻ 1 വി ക്യാൻ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ഇവിടെ എഴുതിയത്. അവിടെ നിന്ന് നമുക്ക് ഇവിടെ എ ട്രാൻസ്പോസ് ക്യാൻസലായി പോവും. സോ മെട്രിക്സ് എ ഇൻറ്റു സ്മോൾ എ ഈസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ കിട്ടും, ദറ്റ് ഈസ് 2. ആൻഡ് വേർ എ ഈസ് ഈക്വൽ ടു സൈ, ഇത് കോളാണ് കേട്ടോ, അതാണ് ഇങ്ങനെ എഴുതുന്നത്. ദ വെക്ടർ സൈ transpose A psi and B is equal to psi transpose B psi. And if we select Ritz parameter psi of order n by q with the result A cap and B cap, A cap B cap എന്ന് പറഞ്ഞാൽ മെട്രിക്സ് A and മെട്രിക്സ് B എന്നേ അർത്ഥമുള്ളൂ, will be of order q into q. The solution of equation 2 ആണ് equation 2. The solution of equation 2 will yield q approximate eigenvalues. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലീസ്റ്റ് ഐഗൺ വാല്യൂസ് ആണ്, അതിൻ്റെ കറസ്പോണ്ടിങ് ഐഗൺ വെക്ടേഴ്സ്. ദ ഐഗൺ വാല്യൂസ് calculated from Ritz analysis is the upper bound on the corresponding eigen value. ഇനി നമുക്ക് ഒരു പ്രോബ്ലം വെച്ച് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് ലോവസ്റ്റ് അഥവാ ലീസ്റ്റ് ഐഗൺ വാല്യൂ ആൻഡ് ദ കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ ഫോർ ദിസ് മെട്രിക്സ്. ഇവിടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് താഴെ തന്നിരിക്കുന്ന പ്രോബ്ലം അങ്ങനെയായിരിക്കും. അതായത് ഇപ്പം ഇവിടെ 4x1 മൈനസ് 2x2 പ്ലസ് 0x3 ഈസ് ഈക്വൽ ടു 1, അതേപോലെ മൈനസ് 2x1 പ്ലസ് 8x2 പ്ലസ് മൈനസ് 2x3 ഈസ് ഈക്വൽ ടു 2, ആൻഡ് 0 ഇൻറ്റു x1 പ്ലസ് മൈനസ് 2 ഇൻറ്റു x2 പ്ലസ് 4 ഇൻറ്റു x3 ഈക്വൽ ടു 1. അപ്പോൾ അതിൽ നമ്മൾ മെട്രിക്സ് മെത്തേഡിൽ മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതുമ്പോൾ എയും എക്സും ബി, അതായത് എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ ഇവിടെ വേറെ വേറെ എഴുതിയെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മളുടെ ഫോർമുല എങ്ങനെ ഉപയോഗിക്കാം? മെട്രിക്സ് എ ഇൻറ്റു സൈ ഈസ് മെട്രിക്സ് എ ഇൻറ്റു ഫൈ ഈസ് ഈക്വൽ ടു ലാംഡ ബി ഇൻറ്റു ഫൈ എന്ന് എഴുതുക. അതിനുശേഷം ഇവിടെ നിന്ന് ലാംഡ ബി എന്ന് പറഞ്ഞത് നമുക്കിങ്ങനെ ഡയഗണൽ എൻട്രീസ് ആയിട്ട് എഴുതിയാൽ മതി. എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ എഴുതുന്ന പോലെ എഴുതിയാലും മതി. എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് വെക്ടേഴ്സിൽ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യുക. മെട്രിക്സ് എ ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു ആർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആർ ഈക്വൽ ടു ആർ എന്ന് കൊടുക്കുക. ആർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മെട്രിക്സ് ആണ്.
യൂണിറ്റ് മെട്രിക്സിൽ എ അങ്ങനെ തന്നെ എഴുതുക. സൈ ആർ ഇവിടെ 3/3 ആയതുകൊണ്ട് 6 1 0 0 0 0 1 ആണ് എടുത്തത്. നടുക്കലത്തെ കൊടുക്കില്ല, അങ്ങനെയാണ് എടുത്തത്. അല്ലെങ്കിൽ 1 0 0 0 1 0 എടുത്താലും കുഴപ്പമില്ല. 3/3 ആകുമ്പോൾ ഈ ഫോർമാറ്റിൽ എടുത്താൽ മതി. ആൻഡ് വി ഗെറ്റ് സൈ യു വിൽ ഗെറ്റ്, ഇവിടെ നിന്നും യു വിൽ ഗെറ്റ് സൈ. ഇവിടെ ഇത് രണ്ടും കിട്ടുമല്ലോ. യു നോ ദിസ് മെട്രിക്സ് ആൻഡ് ദിസ് മെട്രിക്സ്. സോ ഫ്രം ദിസ് യു ക്യാൻ കാൽക്കുലേറ്റ് സൈ. സൈ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം എ കാൽക്കുലേറ്റ് ചെയ്യുക. എ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സൈ ട്രാൻസ്പോസ്, മെട്രിക്സ് ആണ്. സൈ ട്രാൻസ്പോസ് എ സൈ ആണ്. അവിടെ നിന്ന് എ ക്യാപ്പ് കിട്ടി, എ കിട്ടി. ഇതാ മെട്രിക്സ് എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് എ കിട്ടി. അതേപോലെ തന്നെ മെട്രിക്സ് ബി ക്യാപ്പ്, മെട്രിക്സ് എ അല്ല, മെട്രിക്സ് എ ക്യാപ്പ് റീഡിഫൈൻഡ് എ ആണ്. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ്. അതേപോലെ ബി ക്യാപ്പ്, ബി നമുക്കറിയാം. ബി ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇത് ട്രാൻസ്പോസ് ആണ് കേട്ടോ. സൈ ട്രാൻസ്പോസ് ബി സൈ, അവിടെ നിന്ന് ഇതും കിട്ടും. അതിന് ശേഷം ഇത് എഴുതാം. മെട്രിക്സ് എ ക്യാപ്പ് എ ഈസ് ഈക്വൽ ടു ലാംഡ മെട്രിക്സ് ബി ക്യാപ്പ് എ. അവിടെ നിന്ന് എ നമുക്കറിയാം, അതേപോലെ തന്നെ ബിയും അറിയാം. അപ്പോൾ ലാംഡ ബൈ ദിസ്, ഇവിടെ നിന്ന് എ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ യു സോൾവിങ് ദിസ് ഇക്വേഷൻ സോൾവ് ചെയ്ത് ദിസ് ഇക്വേഷൻ, ദെൻ ഇക്വേഷൻ 3 എന്നൊരു പേര് കൊടുക്കുക. സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് ഐഗൺ value lambda 1, that is 2.4001, and the corresponding eigenvector ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലാംഡ 2 is equal to this. അപ്പം ഇവിടെ രണ്ട് വാല്യൂസ് ആണ്. ദിസ് ഇസ് ദ ലീസ്റ്റ് വാല്യൂ, ഇതിൻ്റെ അടുത്ത വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഇതിൻ്റെ എക്സാക്റ്റ് ഐഗൻ വാല്യൂസ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ ലാംഡ 1 ഈക്വൽ ടു 2, ലാംഡ 2 ഈക്വൽ ടു 4 ആൻഡ് ലാംഡ 3 ഈക്വൽ ടു 6 നമ്മൾ യൂഷ്വൽ മെത്തേഡ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. ആൻഡ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ കറസ്പോണ്ടിങ് മെട്രിക്സ്, അതായത് നമ്മുടെ ഒറിജിനൽ മെട്രിക്സ് വരുന്നത് സൈ ഇൻറ്റു എ ആണ്. ഇതുവരെ ചെയ്താൽ മതി. ഇത് ചെയ്താൽ വിൽ ഗെറ്റ് ദ ആൻസർ. ഇതിനെയാണ് റെയ്ലിംഗ്-റിറ്റ്സ് അനാലിസിസ് എന്ന് പറയുന്നത്.